ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവായിരുന്നു കേട്ടോ. അപ്പോൾ ഉസ്താദിന് ഇങ്ങനെ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ കൊടുത്തു. വൈകുന്നേരം രാത്രിക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഈ കാന്താരി നമുക്ക് പെച്ചാച്ചാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല കാന്താരിയാണ്, നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ. ഇതങ്ങനെയൊന്നും നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ നന്നാകുന്നില്ല. അപ്പോൾ നല്ല രസം ഇതുണ്ടായി കാണാൻ തന്നെ, നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാൻ, പഴുത്താലും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറുമയുടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുടണം. ചപ്പാത്തിയൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തി ചുടാൻ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ചപ്പാത്തിയും പിന്നെ നമ്മുടെ ഉഴുന്നുദോശ, ഇത് രണ്ടെണ്ണമാണ് ഇതിലുണ്ടാക്കൽ കേട്ടോ. പത്തിരി ഇതിൽ ചുടലുണ്ട് കേട്ടോ. കുറച്ച് മാത്രം ചുടുമ്പോൾ ഈ ഒരു ഫ്രൈ പാനാണ് എടുക്കൽ. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വലിയ റോട്ടിക്കല്ലില്ലേ അതെടുക്കും. അപ്പോൾ ചപ്പാത്തി നമ്മളേതായ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പലയാളും പല രീതിയിൽ ഉണ്ടാക്കുമായിരിക്കും. പിന്നെ മടക്ക് ചപ്പാത്തിയും അതേപോലെ സ്ക്വയറൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മഗ്‌രിബിന് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാവൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു വശം ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട്, പിന്നെ അടിവശം ഒന്ന് ഇതായി വരുമ്പോൾ മേലെ ഒരു ബബിൾ വരുമ്പോൾ വീണ്ടും മറിച്ചിട്ട്, പിന്നെ മൂന്നാമത്തെ മറിച്ചിടൽ നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തി പൊങ്ങി കിട്ടും. അപ്പോൾ പൊങ്ങി വരുമ്പോൾ ഈ ഒരു കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ വശവും കറക്റ്റായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതെൻ്റെ പെങ്ങൾ പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. അത് അടിപൊളിയാണ്. പക്ഷേങ്കിൽ ചില പൊടീൻ്റെ ഇതിൽ ചിലതൊന്നും പൊങ്ങൂല കേട്ടോ. പിന്നെ നമ്മുടെ പരത്തലിൻ്റെ മിസ്റ്റേക്കും വരാം. കറക്റ്റ് എല്ലാ ഭാഗവും സെയിം ആണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചപ്പാത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരത്തുന്നതിന് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് അത്ര സ്പീഡില്ല. ഒരു ചപ്പാത്തി ചുട്ടെടുക്കുമ്പോഴത്തേക്ക് മറ്റേ ചപ്പാത്തി പരത്താനുള്ള ഒരു സ്പീഡ് എനിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ എന്താ പറയുക ഫാസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചപ്പാത്തി ചുട്ടെടുക്കും കേട്ടോ. ഒരുപാട് ചപ്പാത്തി ചുട്ടെടുക്കും. അവർ ബോംബെയിലായിരുന്നു, അതുകൊണ്ട് അവരൊക്കെ നല്ല സ്പീഡിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ചപ്പാത്തിയൊക്കെ കണ്ടിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചപ്പാത്തി. നമ്മൾ ഒറോട്ടിയും പത്തിരിയേക്കാൾ എനിക്കിഷ്ടം ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി പരത്താനും കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയും ചില ആൾക്കാർ. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചപ്പാത്തിക്ക് നല്ല അടിപൊളി ചപ്പാത്തിയാണ്. ആദ്യം ഭയങ്കര കല്ല് പോലെയൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ അതിന് കുഴയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അടിപൊളി ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നല്ല ആട്ടപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണെങ്കിൽ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ അത് അടിപൊളിയായി കിട്ടും. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ പാട്ട് പാടിട്ടേ ചോദിച്ചു വരുന്നു കേട്ടോ. അപ്പോൾ ഓളൊന്ന് പാടുന്നുണ്ട് കേട്ടോ. പെരിയോന്റെ ആറ്റൽ ഹബീബുള്ള മശരിക്ക് മഗ്‌രിബിനൊളിയായി വന്നാനയച്ച റസൂലുള്ള. പാടില്ല. ഈഫ് പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചപ്പാത്തിയും ചുട്ടെടുത്തു. പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ ആയി കേട്ടോ. ഒരു 6 ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഉച്ചക്കുള്ള ചോറുണ്ട്, അത് തന്നെ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ചോറ് അത് തന്നെയുണ്ട്. പിന്നെ ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അത് മാത്രം മതി കേട്ടോ. പിന്നെ ഉച്ചക്ക് ചോറ് കൊടുത്ത് രാത്രിക്കും നമുക്ക് ഉസ്താദ്മാർക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്കെന്തോ പോലെയല്ലേ. അപ്പോൾ ചൂടുള്ള ഭക്ഷണം തന്നെ കൊടുക്കണമല്ലോ. ചില സമയം ബിരിയാണി ആയിരിക്കും, ചില സമയം നെയ്ച്ചോറും ബീഫ് കറി അങ്ങനെ കൊടുക്കും. പിന്നെ പത്തിരി കൊടുക്കാറുണ്ട്, റോട്ടി കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ മഞ്ഞപ്പിത്തം വന്നതുകൊണ്ട് നമ്മൾ ബീഫ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉസ്താദ് ബീഫ് മാത്രമേ കഴിക്കും കേട്ടോ, ചിക്കനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയാണ് രാത്രിക്ക് കൊടുക്കുന്നത്.
ഒരു 5 ചപ്പാത്തി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലത്തെ തട്ടെല്ലാം കാലിയാണ് കേട്ടോ, കാരണം കൂടുതലൊന്നും നമുക്ക് കൊടുക്കാനില്ല. നമ്മൾ വെജിറ്റബിൾ കുറുമ ഈ ചപ്പാത്തി മാത്രമാണ് കൊടുക്കുന്നത്. വെള്ളമൊക്കെ പിന്നെ പള്ളിയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയും കൂടി വിളമ്പിയിട്ട് നമുക്ക് ഉസ്താദിന് കൊണ്ടു കൊടുക്കാം. ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ, ചെറിയ സറാമ്പിയാണ് കേട്ടോ നമ്മൾ പള്ളി. അപ്പോൾ എന്താ പറയുക, ഫുഡ് എടുക്കാൻ വരാനൊന്നും പള്ളിയിലൊന്നും ആളില്ല, നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കണം കേട്ടോ. പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ വീട്ടിലാണുങ്ങളില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് കൊണ്ടു കൊടുക്കൽ. അപ്പോൾ എന്താ പറയുക, വലിയ വലിയ പള്ളി പോലെ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ഇതൊന്നുമില്ല കേട്ടോ. പെണ്ണുങ്ങളങ്ങ് പള്ളീൻ്റെ മുറ്റത്തൊന്നും പോലെ നമ്മളങ്ങ് റോഡിലേക്കും മക്കൾ കൊണ്ടു കൊടുക്കും കേട്ടോ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിയും കൂടി വിളമ്പിയിട്ട് ഞാൻ ഈ കുട്ടിയും കൂടി കൊണ്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഉമ്മ രാത്രി കൂട്ടാൻ കഴിയുന്നില്ല, മഴയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് മഴ കുറച്ച് ആശ്വാസമുണ്ട്. അങ്ങനെ കറിയൊക്കെ വിളമ്പി ഇനിയെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. 4 തട്ടാണ് കേട്ടോ ഇതിനുള്ളത്. ചോറൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ നല്ല അടിപൊളി തട്ടാണ്. പഴയതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഫുഡൊക്കെ അതിൽ ഇട്ടു. ഇനി നമുക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഞാൻ കുട്ടിയാണ് പോകുന്നത്. കുട്ടി മുന്നിൽ ടോർച്ചടിച്ച് നടക്കുന്നുണ്ട്. നമ്മളെ വഴി നീളെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ? നമ്മുടെ മുന്നിൽ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇലക്ഷനിൽ ജയിച്ചപ്പോൾ നമ്മളെ മെമ്പർ വകയുള്ളൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ അത് നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ജന്തുക്കളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ടോർച്ച് എടുത്തിട്ടാണ് പോവുക കേട്ടോ. പിന്നെ അടുത്തൊക്കെ വീടുകളും ഉണ്ട്, അതുകൊണ്ട് രാത്രി പോകാൻ പേടിയൊന്നുമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മളെ നാട്ടുകാർ തന്നെയാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ലേറ്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കില്ല കേട്ടോ. ഒരു 8 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ താഴെ ആ ഒരു വീട്ടിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കുന്നിങ്ങനെ കയറി വന്നിട്ട് നമ്മളിത് മുകളിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയായതുകൊണ്ട്, മഴ ഇപ്പോൾ ഇല്ല, മഴയായതുകൊണ്ട് മേലെയൊന്നും നക്ഷത്രങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറ്റൊക്കെ കയറി മെയിൻ റോഡിലെത്തി. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് സ്കൂട്ടീൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. പോയി സ്കൂട്ടി കൊണ്ടു കൊടുത്തിട്ട് വരും. ഷായ്മോൻ ഉണ്ടെങ്കിൽ ഷായ്മോനാണ് എൻ്റെ കൂടെ വരൽ കേട്ടോ. അപ്പോൾ സ്കൂട്ടി ഉസ്താദിന് കൊടുത്തു, ഞാനും സ്കൂട്ടി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.